കോൽക്കളി ഒരു ആയോധന കലയാണ്. സത്യത്തിൽ ഗുരുവും കുരുത്തവും വേണ്ട കല. കോൽക്കളിയുടെ ചുവടുകൾ പഠിച്ച് ഗൾഫിലേക്ക് ചേക്കേറിയവർ തങ്ങളുടെ ഗുരുവിന് കഴിഞ്ഞ ദിവസം വേറിട്ടൊരു ആദരമൊരുക്കി ദുബായിൽ. ദുബൈയിലെ ഈ കോൽക്കളി സംഘം അരയും തലയും മുറുക്കി ഒരുങ്ങുകയാണ്. പഴയ ഗുരുവിനു മുന്നിൽ ചാഞ്ഞും ചരിഞ്ഞും മുറുക്കത്തോടെ ഇന്ന് വീണ്ടും പിഴയ്ക്കാതെ ചുവടുവെക്കണം. ഇവരുടെ ഈ ഒരുക്കത്തിനിടയിലും യാസിർ ഗുരുക്കളുടെ മനസ്സ് നിറയെ ഓർമ്മകളാണ്. 2 പതിറ്റാണ്ടു മുമ്പ് താനീ ശിഷ്യരെ പഠിപ്പിച്ച കോൽക്കളിപ്പാട്ടുകളുടെ ഓർമ്മകൾ. പത്തരമാറ്റുള്ള പൊൻകിളിയേ പച്ചക്കിളിയേ പനങ്കിളിയേ പത്തരമാറ്റുള്ള പൊൻകിളിയേ ഉച്ചക്ക് നീ സമയത്തിവിടെ ഉണ്ണാൻ വരാതെ നീ പോയവിടെ. തെക്കൻ കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം ഭാഗത്ത് കോൽക്കളി ജനകീയമാക്കാൻ ഏറെ പണിപ്പെട്ട ആളാണ് യാസിർ ഗുരുക്കൾ. ഈ ഗുരുവിലൂടെ കോൽക്കളിയെ ഹൃദയതാളമാക്കി മാറ്റിയവർ നിരവധിയുണ്ട്. അവരിൽ പലരും ഉപജീവനം തേടി പ്രവാസ ലോകത്തേക്ക് വിമാനം കയറിയെങ്കിലും കോൽക്കളിയെ കൈവിട്ടില്ല. പരിമിതികൾക്കുള്ളിലും കോൽക്കളി എന്ന ആയോധന കലയെ ഇവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ജീവിതം കുറേയൊക്കെ പച്ചപിടിച്ചെങ്കിലും പഴയ ഗുരുവിനെയും പഠിപ്പിച്ച ചുവടുകളെയും താളങ്ങളെയും അവർ മറന്നില്ല. കോൽക്കളിയുടെ ആദി ബിസ്മില്ലാഹിയും ഹംദുമൊക്കെ ചൊല്ലിക്കൊടുത്ത യാസിർ ഗുരുക്കളെ അവർ UAE ഇങ്ങ് കൊണ്ടുവന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഈ ശിഷ്യരാണെന്ന് യാസിർ ഗുരുക്കളും തിരിച്ചറിയുകയായിരുന്നു. അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ശിഷ്യന്മാരിൽ നിന്ന് കിട്ടുക എന്നുള്ളത്. അതും അവർ ഉപജീവന മാർഗം തേടുന്ന ഒരു രാജ്യത്ത് അവർ തിരക്കിനിടയിൽ ഈ ഒരു സമയം നമുക്ക് വേണ്ടി അവരെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മൾ അത്രയും ആദരവോടെ കാണാമെന്നുള്ളത് അന്ന് ആ കലാരൂപം ആത്മാർത്ഥമായി ഉൾക്കൊണ്ടതിൻ്റെ ഫലം ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം നമ്മളെ ഗുരു പരമ്പര വഴി കിട്ടിയൊരു സ്നേഹ കൈമാറ്റമുണ്ടല്ലോ, അപ്പോൾ അതിലൂടെ ഇവർക്കും നമുക്ക് പകരാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവരെന്ത് പറയുന്ന അറിയില്ല. അപ്പോൾ അത് സ്നേഹ കൈമാറ്റത്തിലൂടെയാണ് അവർക്ക് ഇന്നും 20 കൊല്ലങ്ങൾക്ക് ഇപ്പുറം ആ ഒരു ചിന്ത നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായത്. ആ തോന്നൽ കാരണമാണ് ഇന്ന് ഈ ഒരു വേദിയിൽ എത്താൻ സാധിച്ചത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച പ്രതിഭ കൂടിയാണ് യാസിർ ഗുരുക്കൾ. കലാരൂപങ്ങളുടെ പരിശീലനവും സംരക്ഷണവും പദ്ധതിക്ക് ചുവടെയാണ് യാസിർ ഗുരുക്കളെ അക്കാദമി ഗുരുപദവി നൽകി ആദരിച്ചത്. വീറും വാശിയും അല്ലെങ്കിൽ മനസ്സിൽ അത്രയും ഉൾക്കൊണ്ടൊരു കലാരൂപമാണ്. മിക്കവാറും ഈ കോൽക്കളി കളിച്ചവർക്കറിയാം. ആ കല പഠിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞ പോലെയാണ്. അത് എന്നും എപ്പോഴും അത് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ അത് അന്ന് ഉൾക്കൊണ്ടതിൻ്റെ ഫലമാണ് ഇന്ന് ഈ വേദിയിൽ ഈ ഒരു സമയത്ത് അവർ മുമ്പോട്ട് കൊണ്ടുവന്നത്. പ്രവാസികൾ അവർ അധ്വാനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ആയാസം കണ്ടെത്താൻ വേണ്ടിയിട്ട്
മാത്രമല്ല അവർക്കൊരു ഉത്സാഹത്തിന് വേണ്ടിയിട്ടും കൂടെ ഇത് ചെയ്യുന്നുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ യാസിർ ഗുരുക്കൾ കോൽക്കളി അഭ്യസിപ്പിച്ചത് നിരവധി പേരെയാണ്. ഗൾഫിൽ ടീം അനന്തപുരി എന്ന പേരിൽ ആ ശിഷ്യരുടെ ഒരു കൂട്ടായ്മയും സജീവമാണ്. ദുബൈയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന് വരവേൽപ്പൊരുക്കിയതും ഈ കൂട്ടായ്മയാണ്. ജാസിം കടുവാപ്പള്ളി ഉൾപ്പെടെ ശിഷ്യരിലെ പ്രധാനികൾ മുന്നിൽ നിന്നതോടെ ഗുരുവിന് നൽകിയ വരവേൽപ്പ് കൂടുതൽ ഹൃദ്യമായി. ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇദ്ദേഹത്തിനെ പോലെ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടിയതിൽ നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ശിഷ്യന്മാരും അതിയായ സന്തോഷത്തിലാണ്. കോൽക്കളിയെ സ്നേഹിക്കുന്ന ദുബൈയിലെ സഹൃദയരും ഗുരുവിനും ശിഷ്യർക്കും പിന്തുണയുമായി എത്തി. ദുബൈ കിസൈസിലെ വില്ലയിൽ കോൽക്കളിയും പഴയ ഓർമ്മകളും പുതിയ താളങ്ങൾ കണ്ടെത്തി. തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധാനം ചെയ്ത് പല മത്സരവേദികളിൽ തിളങ്ങിയ നിരവധി ശിഷ്യന്മാർ. പ്രവാസ ലോകത്തും കോൽക്കളിയെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള പ്രതിജ്ഞയോടെയാണ് മണിക്കൂറുകൾ നീണ്ട ഈ ഗുരുശിഷ്യ സംഗമം സമാപിച്ചത്.